വായിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ചിട്ടി റോബോട്ടിനെ പോലെ ഇങ്ങനെ ഓർത്തു വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു ബുക്ക് എടുത്ത് ഇങ്ങനെ ഒന്ന് കാണിക്കുമ്പോഴേക്കും എല്ലാം അങ്ങനെ ഓർമ്മയിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. എല്ലാവരുടെയും സ്വപ്നമാണ്. ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്, ഞാനൊരു ബുക്ക് ഇങ്ങനെ എടുക്കുന്നു, ആ ബുക്ക് ഇങ്ങനെ നോക്കുന്നു, അത് മൊത്തം എൻ്റെ മനസ്സിൽ ഓർമ്മയിലുണ്ടായിരിക്കണം. അങ്ങനെ ആയിരുന്നു, എന്ത് സുഖമായിരുന്നു അല്ലേ. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതൽ പേര്. എല്ലാവരുടെയും ആഗ്രഹം അതാണ്. എല്ലാ പിള്ളേർക്കും പഠിക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾ ചിലപ്പം ചില രക്ഷകർത്താക്കളും ചില അധ്യാപകരും ഒക്കെ പറയും അവൻ പഠിക്കത്തില്ല, അവന് അങ്ങനെയുള്ള, അവൻ പഠിക്കാത്ത പയ്യന, അങ്ങനെ പറയും. ഒരിക്കലുമല്ല. എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ ഇഷ്ടമാണ്. എല്ലാവർക്കും പഠിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ കുഴപ്പമെന്ന് പറയുന്നത്, അവർക്കൊരു മടുപ്പ് തോന്നാനുള്ള കാരണം, അവർ ഈ പഠിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ഓർമ്മയിൽ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. അവർ മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കൊച്ചിലെയൊക്കെ ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പദ്യം കാണാതെ പഠിച്ചുകൊണ്ട് വരാൻ പറയുമായിരുന്നു മലയാളം സാറ്. അപ്പോൾ ഈ പദ്യം നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ട് വരും. 1-2 വരി പറയും. ഇപ്പം വെമ്പല നാട്ടിലെ തമ്പുരാൻ്റെ തമ്പുരാട്ടിക്ക് ഒരു കട്ടിലുണ്ടായിരുന്നു, കട്ടിൽ കടയുവാൻ ആ കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. അത്ര എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബാക്കി മറന്നുപോയി. ആ ഒരു കണക്ഷൻ കിട്ടിയാൽ, ആ വരിയുടെ ഒരു തുടക്കം ആരെങ്കിലും പറഞ്ഞു തന്നാൽ ബാക്കി ഞാനിപ്പോൾ പറയും. കാരണം എന്താ, നമ്മൾ ഈ പഠിക്കുന്ന രീതി, നമ്മൾ എങ്ങനെയാണ് കാണാതെ പഠിക്കുന്നത്, ഇങ്ങനെ വായിച്ച് 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 വീണ്ടും 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 വായിച്ച് വായിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ, ഇതൊരു ക്ലാസ് എന്ന് ഞാൻ പറയുന്നില്ല, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ തലച്ചോറിനെ കുറിച്ചാണ്. നമ്മൾ പഠിക്കുന്നതെല്ലാം നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം, അതിന് നമ്മളുടെ തലച്ചോറിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ മെമ്മറി, നമ്മുടെ ഓർമ്മ, മെമ്മറി എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ. നമ്മുടെ ഓർമ്മ, നമ്മൾ എങ്ങനെയാണ് ഒരു സാധനം നമ്മുടെ ഓർമ്മയിലേക്ക് കയറ്റുന്നത്, അതിന് നമ്മുടെ സോഴ്സ് എന്താണ്, എന്തൊക്കെ രീതിയിലാണ് നമ്മൾ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ വായിക്കുക എന്നുള്ളതാണ് അല്ലേ. നമ്മൾ റീഡ് ചെയ്യുക, റീഡിങ്. ഒന്ന് റീഡിങ് ആണ്. വായനയിലൂടെ നമ്മൾ ഓർത്ത് വെക്കും. നമ്മൾ പദ്യം കാണാതെ പഠിക്കുന്നു, അല്ല പല പ്രാവശ്യം വായിച്ച് 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 പഠിക്കാനായിട്ട് ശ്രമിക്കും. ഹിസ്റ്ററിയൊക്കെ നമ്മൾ അങ്ങനെയാണ് വായിച്ച സമയം. ഇപ്പോൾ ഹിറ്റ്ലർ പോളിഷ് ഇടനാഴി ആക്രമിച്ചു, ഹിറ്റ്ലർ പോളിഷ് ഇടനാഴി ആക്രമിച്ചു, അല്ലെങ്കിൽ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു, 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഇതിങ്ങനെ 10 പ്രാവശ്യം വായിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ ഒന്ന് വായിച്ച്. 2 കേട്ട് പഠിക്കും. ഹിയറിങ്, കേട്ട് പഠിക്കും. കേട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പാട്ട് കേൾക്കുന്നു, 10 പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മൾ ആ പാട്ട് പഠിക്കും. തെമ്മ തെമ്മ തെമ്മാടി കാറ്റ് 10 പ്രാവശ്യം കേട്ടോ. 10 പ്രാവശ്യം വേണ്ട, 2-3 പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മളത് കാണാതെ പഠിക്കും. നമുക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ആരെങ്കിലും സംസാരിക്കും, അത് നമ്മൾ കേട്ട് പഠിക്കും. നമുക്ക് ഇഷ്ടമുള്ള ക്ലാസ്സാണ്, ആ ക്ലാസ്സിൽ സാറ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു, നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നു, നമ്മൾ പഠിക്കുന്നു. അപ്പോൾ നമ്മൾ കേട്ട് പഠിക്കും. ഇനി മൂന്നാമത്തേതാണ് നമ്മളുടെ ഈ വിഷ്വലൈസേഷൻ മെത്തേഡ്. വേണമെങ്കിൽ നമുക്ക് ഓഡിയോ വീഡിയോ മോഡെന്നൊക്കെ പറയാം, ഓർ ഇമേജ്, അങ്ങനെയൊക്കെ. കണ്ടും കേട്ടും ഒക്കെ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നിങ്ങളൊരു ക്ലാസ്സിലിരിക്കുകയാണ്. ക്ലാസ്സിലിരിക്കുമ്പം അധ്യാപകനെ നിങ്ങൾ കാണുകയാണ്. അപ്പോൾ അദ്ദേഹം ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓഡിയോ വീഡിയോ ഇത് രണ്ടും കൂടി, ഓഡിയോ വിഷ്വൽ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ പഠിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കണ്ടുപിടിക്കുന്നു, ബെസ്റ്റ് എക്സാമ്പിളാണ്. നിങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നു. ഇപ്പോൾ ഞാനൊരു മാത്സ് ക്ലാസ് എടുക്കുകയാണ്, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അത് എൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട്, എൻ്റെ ഇമേജ് നിങ്ങൾ കാണുന്നുണ്ട്. ഞാനിപ്പോൾ ബോർഡിൽ എഴുതുന്ന, അല്ലെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഇമേജസ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കണ്ടും കേട്ടും നിങ്ങൾ പഠിക്കുന്നു. ഇനിയും തീർന്നോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? 4ാമത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെയാണ് പഠിച്ചത്? നിങ്ങൾ എഴുതിയല്ലേ പഠിച്ചേ? എംപോസിഷൻ എഴുതിയല്ലേ പഠിച്ചേ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ? സോ സെൽഫ് റൈറ്റിംഗ്. അപ്പോൾ ഈ 4 കാര്യങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ, ഈ 4 വഴിയിലൂടെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ വായിക്കുന്നത് എന്തും നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ നിന്നൊരു കാര്യം പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു അധ്യാപകൻ്റെ ക്ലാസ്, ആദ്യം നമുക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങളൊരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വെറുതെ ഇങ്ങനെ കൈയും കൊടുത്ത് കേട്ടുകൊണ്ടിരിക്കാതെ നിങ്ങൾ ആ കേൾക്കുന്ന കാര്യങ്ങളിൽ ഒരു സെൽഫ് നോട്ട് എഴുതി വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമായിട്ടും ഈ ഹിസ്റ്ററി, സയൻസ് ക്ലാസ്സുകളിൽ നിങ്ങളുടേതായിട്ടുള്ള, അപ്പം നിങ്ങളുടെ എല്ലാ സെൻസസും അവിടെ യൂസ് ആവുന്നുണ്ട്. നിങ്ങൾ ആ സാറ് പറയുന്നത് കാണുന്നുണ്ട്,
അധ്യാപകനെ നിങ്ങൾ കാണുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട്. ആ കേട്ട കാര്യങ്ങളെ നിങ്ങളുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്ത് നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു സെൽഫ് നോട്ട് നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അത് വളരെ എഫക്റ്റീവാണ്. മറന്നു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ പറയുന്ന എല്ലാം വള്ളി പുള്ളി വിടാതെ ഇങ്ങനെ എഴുതണമെന്നല്ല. നിങ്ങളുടേതായിട്ടുള്ള ചിലപ്പോൾ അതിലൊരു ഡേറ്റ് ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ചിലപ്പോൾ ഒരാളുടെ പേരായിരിക്കും, ചിലപ്പോൾ ഒരു പോയിന്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു വർഷമായിരിക്കും, ചിലപ്പോൾ സയൻസ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പേരായിരിക്കും, എന്തും ആയിക്കോട്ടെ അത് നിങ്ങളിങ്ങനെ എഴുതി വെച്ച് പഠിക്കുക. സോ ഒന്നാമത്തെ കാര്യം അതാണ്. സോ ഈ 4 ഇതൊരു യൂട്യൂബ് വീഡിയോ കാണുമ്പോഴും ഇത് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ എൻ്റെ യൂട്യൂബ് ക്ലാസ് മാത്സിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ക്ലാസ് കാണുമ്പോൾ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു പേനയും പേപ്പറുമായിട്ട് വേണം ഇരിക്കാൻ. അതിലെ ചോദ്യങ്ങൾ എഴുതി നിങ്ങളുടേതായിട്ടുള്ള ഇപ്പോൾ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നതെങ്കിൽ, ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബേസ് പറയുകയാണ്. അപ്പോൾ അവിടെ എന്താണ് കോസ്റ്റ് പ്രൈസ്, എന്താണ് സെല്ലിംഗ് പ്രൈസ്, എന്താണ് ഡിസ്കൗണ്ട്, ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ എപ്പോഴും ഈ 4ാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടേതായിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഇപ്പോൾ ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിക്കുകയാണെങ്കിലും അത് കേട്ടുകൊണ്ടിരിക്കുക, അതിൽ ശ്രദ്ധിച്ചത് കാണുക, അതോടൊപ്പം അതിൽ നിന്ന് നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ടും എഴുതി വെക്കുക. സോ ഇതാണ് ആദ്യത്തെ കാര്യം. ഇനി എങ്ങനെ നമ്മുടെ ഓർമ്മയെ നമുക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് എങ്ങനെ ബെറ്ററായിട്ട് നമുക്ക് ഓർത്തിരിക്കാം, എങ്ങനെ മറന്നു പോകാതിരിക്കാം. എങ്ങനെ ഓർത്തിരിക്കാം എന്ന് പറയുമ്പം അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് എങ്ങനെ മറന്നു പോകാതെ ഇരിക്കാം, അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെ മറന്നു പോകാതെ ഇരിക്കാം, അടുത്തത് നമ്മൾ അതാണ് നോക്കുന്നത്. അപ്പം എങ്ങനെ മറന്നു പോകാതിരിക്കാം എന്ന് ചോദിച്ചാൽ അത് നമ്മൾ നമ്മുടെ തലച്ചോറിനെ ഒന്ന് മനസ്സിലാക്കണം. നമ്മളുടെ തലച്ചോറെന്ന് പറയുന്നത് നമ്മൾ എന്തെല്ലാം ഈ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ തലച്ചോറിൽ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത് എന്ന് പറയും. നമ്മുടെ തലച്ചോറിൻ്റെ ഓർമ്മയെ, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറെന്ന് പറയുന്നതിൻ്റെ ഓർമ്മയുടെ കേന്ദ്രം, നമ്മുടെ ബ്രെയിനിനെ ഒരു ഹാർഡ് ഡിസ്ക് ആയിട്ട് നിങ്ങൾ സങ്കല്പിച്ചാൽ അതിന് 3 ഭാഗങ്ങളുണ്ട് എന്ന് മനസ്സിലാകും. 3 ഭാഗങ്ങൾ. അതിൽ ഒന്നാമത്തേനെ നമുക്ക് ഈ സെൻസറി ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരിട്ട് നമുക്ക് വിളിക്കാം ഇമ്മീഡിയറ്റ് മെമ്മറി. ഇമ്മീഡിയറ്റ് മെമ്മറി എന്താണ്? ഈ ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ, ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം നിങ്ങളോട് ഒരു 5 ആളുകളുടെ പേര് പറയുകയാണ്. ബാബു, സോമൻ, ശശാങ്കൻ, തങ്കപ്പൻ, പൊന്നപ്പൻ. 5 പേരുടെ പേര് പറഞ്ഞു. നിങ്ങളോട് എഴുതാനും പറഞ്ഞു. ഓക്കെ, എന്നിട്ട് എഴുതി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ ഈ പേപ്പർ ഇങ്ങനെ തിരിച്ച് മേടിച്ചിട്ട് നിങ്ങളോട് ചോദിക്കുക, ഈ 5 പേരുടെ പേര് ഒന്നുകൂടെ പറയാമോ? ഈ സ്ക്രീൻ ഇപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് നിങ്ങൾ പറയും. നിങ്ങൾ പറയത്തില്ല, കൂടുതൽ പേർക്കും അത് പറയാൻ പറ്റില്ല. 5 പേരാണെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് പറയാനും പറ്റുന്നിരിക്കും, എന്നാൽ ഒരു 10-12 പേരുടെ പേരാണെങ്കിൽ പറയാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് നിങ്ങളൊരു റോഡിലൂടെ പോകുന്നു, നിങ്ങൾ ബസ്സിൽ പോകുന്നു അല്ലെങ്കിൽ ഓട്ടോയിൽ പോകുന്നു, നിങ്ങളുടെ മുൻപിൽ ഒരു വാഹനമുണ്ട്, ആ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് നിങ്ങൾ നല്ല വ്യക്തമായിട്ട് കാണുന്നു. എന്നാൽ 2 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളോട് അത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മുടെ തലച്ചോറ് വളരെ കുറച്ച് സമയത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം സൂക്ഷിച്ചു വെക്കുന്ന ഏരിയയാണ് ഈ ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ വഴിയിൽ ചില ആളുകളെ കാണുന്നു, അവരെ നമുക്ക് നല്ല ഓർമ്മയുണ്ടായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ, കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകും, അല്ലേ? ഈ അപകടങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ പോലീസുകാരും ചോദിക്കുന്നത്, നിങ്ങൾ നമ്പർ പ്ലേറ്റ് കണ്ടായിരുന്നു? നമ്മൾ കണ്ടതാണ്, നമ്മളത് വായിച്ചതുമായിരിക്കും, പക്ഷേ നമ്മൾ മറന്നു. ബിക്കോസ് ഈ ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ തലച്ചോറ് സൂക്ഷിച്ചു വെക്കുന്നത് നമ്മളുടെ ഈ ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറയുന്ന ഭാഗത്താണ്. ഈ ഇമ്മീഡിയറ്റ് മെമ്മറി വളരെ സെക്കൻഡുകൾ മാത്രമേ ഇതിനായുസുള്ളൂ. വളരെ സെക്കൻഡുകൾ. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ അധ്യാപകൻ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ട്, അദ്ദേഹം ബോർഡിൽ എഴുതുന്നതെല്ലാം നിങ്ങൾ കേൾക്കുന്നു, അത് കാണുന്നുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുകൊണ്ടും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം കയറുന്നത് എവിടേക്കാണ്? നിങ്ങളുടെ സെൻസറി അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് മെമ്മറിയിലേക്കാണ് കയറുക. സെക്കൻഡുകളാണ് അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നിങ്ങൾ അതിനെ റിവൈസ് ചെയ്ത് അല്ലെ അതിനെപ്പറ്റി ഓർത്ത് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നോട്ട് എഴുതി വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾക്ക് എവിടേക്ക് മാറ്റാം? നിങ്ങളുടെ ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് മാറ്റാം. ഇപ്പോൾ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നു, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു, അങ്ങനെയാണെങ്കിൽ അത് STMലേക്ക് കയറി. ഈ ഷോർട്ട് ടൈം മെമ്മറിയിൽ കയറി കഴിഞ്ഞാൽ ഇതിൽ 6 to 7 ദിവസം വരെ നിൽക്കും. 6 to 7 ദിവസം വരെ നിൽക്കും. മാക്സിമം 10. അതിനപ്പുറത്തെ ഷോർട്ട് ടൈം മെമ്മറി ഉള്ള ഒരുത്തനും ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. നിങ്ങളൊരു കാര്യം കാണുന്നു, അപ്പം തന്നെ നിങ്ങൾ അതിനെപ്പറ്റി ഓർക്കുന്നു, അത് ഇടയ്ക്കിടയ്ക്ക് അതിനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച വരെ അത് നിങ്ങളുടെ മെമ്മറിയിലുണ്ടാകും, അല്ലേ? ഒരാഴ്ച വരെ നിങ്ങളുടെ മെമ്മറിയിലുണ്ടാകും.
അവിടെ നിന്ന് വീണ്ടും നിങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ ഈ നിങ്ങളുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിക്കണം അല്ലേ, ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിക്കണം. അങ്ങനെ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് റിവൈസ് ചെയ്താൽ, എല്ലാ ദിവസവും അത് റിവൈസ് ചെയ്താൽ അത് മറക്കത്തില്ല. അപ്പം ഷോർട്ട് ടൈം മെമ്മറിയിൽ കിടക്കുന്നു. അങ്ങനെ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് വീണ്ടും നിങ്ങൾ അതിനെ റിവൈസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലോങ് ടൈം മെമ്മറിയിലോട്ട് മാറ്റിയാൽ ജീവിതകാലത്ത് നിങ്ങളത് മറക്കത്തില്ല. I പറഞ്ഞേ, ഹരിശ്രീ പറഞ്ഞേ, ABCD പറഞ്ഞേ, 1 2 3 100 വരെ പറഞ്ഞേ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നും ആലോചിക്കാതെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ABCD EFGHIJK LMNO PQRS TUVWXYZ ഇതാ തീർന്നു. 1 2 3 100 വരെ പറയണോ? I പറയണോ? 5ന്റെ ഗുണനപ്പട്ടിക പറയണോ? ഇതൊക്കെ പറയാം. ഇതെല്ലാം എവിടെ ഇരിക്കുന്നത്? പല പ്രാവശ്യം നിങ്ങൾ റിവൈസ് ചെയ്ത് പഠിച്ച് കൊച്ചിലെ തല്ലി പഠിപ്പിച്ച് അങ്ങനെ റിവൈസ് ചെയ്ത് നിങ്ങൾ എവിടെ കയറ്റി വെച്ചേക്കുക? നിങ്ങളുടെ LTMൽ കയറ്റി വെക്കുക. ഇത് നിങ്ങൾ മറക്കണമെങ്കിൽ നിങ്ങൾക്ക് അൽഹൈമേഴ്സ് എന്ന് പറയുന്ന അസുഖം വരണം. ABCD നിങ്ങൾ മറന്നു പോകണമെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അൽഹൈമേഴ്സ് ആണ് നമ്മൾ പറഞ്ഞ അൽഷിമേഴ്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ അൽഷിമേഴ്സ് എന്ന അസുഖം വരണം. അൽഷിമേഴ്സ് എന്താ സംഭവിക്കുക? അൽഷിമേഴ്സിൽ എന്താ സംഭവിക്കുക എന്നറിയോ നിങ്ങൾക്ക്? നമ്മുടെ തലച്ചോറിൻ്റെ ഓർമ്മയുടെ കേന്ദ്രങ്ങൾ, ന്യൂറോണുകൾ എന്നാണ് അതിനെ പറയുക. ന്യൂറോൺ നിങ്ങൾ ചെറിയ ക്ലാസ്സിലല്ല 8ലും 9ലും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ന്യൂറോൺ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം, നടുക്ക് അതിനൊരു കോശമർമ്മം ഇങ്ങനെ വരകളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സാധനം. ഈ ഒരു ന്യൂറോൺ മറ്റേ അവതാർ സിനിമയിൽ ഇങ്ങനെ കണക്ട് ആവുന്ന പോലെ മറ്റൊരു ന്യൂറോണുമായിട്ട് ഇങ്ങനെ കണക്ട് ആവും. ഇങ്ങനെ അനേകം ന്യൂറോണുകൾ, കോടിക്കണക്കിന് ന്യൂറോണുകൾ നമ്മുടെ തലച്ചോറിലുണ്ട്. ഈ ന്യൂറോണുകളാണ് നമ്മുടെ ഓർമ്മയുടെ കേന്ദ്രം. ഈ ന്യൂറോണുകൾ ദ്രവിച്ചു പോകുന്ന അസുഖമാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ടെക്നിക്കുകളൊന്നും അവിടെ നടക്കത്തില്ല. കാരണം നിങ്ങളുടെ കണക്ഷൻ വിട്ടുപോയി, നിങ്ങൾക്ക് ഓർക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കണക്ഷൻ ഉണ്ടാക്കണം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, നമ്മളുടെ തുടക്കത്തിൽ നമ്മളൊരു പദ്യം പറഞ്ഞില്ലേ, വെമ്പല നാട്ടിലെ തമ്പുരാട്ടിക്ക് ഒരു കട്ടിൽ കടയണമെന്നും പറഞ്ഞൊരു പദ്യം പറഞ്ഞില്ലേ. അതിൽ എനിക്ക് അവിടെ വിട്ടുപോയതിൻ്റെ കാരണം ഞാൻ ആ ഓർമ്മയിൽ എൻ്റെ ഈ ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ഷൻ വിട്ടുപോയതുകൊണ്ടാണ്. അത് ഏതെങ്കിലും ഒരു തരത്തിൽ ആരെങ്കിലും ഒന്ന് ഫില്ല് ചെയ്ത് തന്നാൽ വീണ്ടും ആ കണക്ഷൻ കിട്ടും, വീണ്ടും അതങ്ങ് പൊക്കോളും. സോ ഈ കണക്ഷൻ പോവാതെ പഠിക്കണം. ഇങ്ങനെ കണക്ഷൻ പോവാതെ പഠിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? നമ്മൾ റിവൈസ് ചെയ്യുക എന്നുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമ്മൾ നന്നായിട്ടത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളൊരു ക്ലാസ്സിൽ ഇന്നിപ്പോൾ ഒരു ചാപ്റ്റർ ഒരു അധ്യാപകൻ നിങ്ങളെ പഠിപ്പിച്ചു, നിങ്ങളത് ഈ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് നോട്ട് എഴുതി വെക്കുന്നു, നിങ്ങളത് ഇടയ്ക്കിടയ്ക്ക് അതിനെപ്പറ്റി ഓർക്കുന്നു, നിങ്ങളത് റിവൈസ് ചെയ്യുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം, ഇപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ പഠിക്കുന്ന കാര്യങ്ങൾ ശനിയാഴ്ച നിങ്ങൾ റിവൈസ് ചെയ്യുന്നു, അടുത്ത ശനിയാഴ്ച വീണ്ടും അത് റിവൈസ് ചെയ്യുന്നു. അങ്ങനെ ഇതിനെ മറക്കാൻ അനുവദിക്കരുത്. നിങ്ങളും നിങ്ങളുടെ തലച്ചോറും തമ്മിൽ ഒരു യുദ്ധമായിരിക്കണം. നിങ്ങളുടെ തലച്ചോറും തമ്മിൽ എപ്പോഴും ഒരു മത്സരമായിരിക്കണം. മറക്കുമെന്ന് നിങ്ങളുടെ തലച്ചോറും മറക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് നിങ്ങളും തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. തലച്ചോറിന് മറക്കാനാണ് ഇഷ്ടം, അതെപ്പോഴും മറക്കാൻ, അതിന് പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പഴയത് മറക്കാൻ അതെപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ അതിനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഒറ്റ കാര്യമേ ഉള്ളൂ, റിവൈസ് ചെയ്യുക. വായിച്ചത് വീണ്ടും വീണ്ടും വായിക്കുക. വേറെ ഒരു മാർഗ്ഗവുമില്ല. ഒറ്റ പ്രാവശ്യം വായനയിൽ ഇതൊന്നും ഓർത്തിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മളുടെ കുഴപ്പമല്ല, നമ്മളുടെ തലച്ചോറ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ തലച്ചോറിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. പുതിയത് വരുമ്പം പഴയത് പോകും. പിന്നെ സെലക്റ്റീവ് മെമ്മറി എന്ന് പറഞ്ഞൊരു ഫീച്ചറും ഉണ്ട് നമ്മുടെ തലച്ചോറിന്, അല്ലേ? ഓർക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്തിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ പുതിയൊരു വസ്ത്രം ധരിച്ചോട്ട് റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ കൊള്ളാവില്ല മോനെ, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, മമ്മൂട്ടിയെ പോലെ ഇരിക്കുന്നു, അല്ലെ സുന്ദരനാണല്ലോ, സുന്ദരിയാണല്ലോ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അയാളെ നിങ്ങൾ ജീവിതകാലത്ത് മറക്കത്തില്ല. അത് നേരെ ഇമ്മീഡിയറ്റ് മെമ്മറിയിലോട്ടൊന്നും അല്ല, നേരെ ലോങ് ടൈം മെമ്മറിയിലോട്ട് കയറിപ്പോകും. എന്നാൽ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ STMൽ ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ വെച്ച് തന്നെ ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും. നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും, നിങ്ങൾക്ക് ഓർക്കാൻ തീരെ താല്പര്യമില്ലാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ അത് നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു വലിയൊരു ആഘാതം നിങ്ങൾക്കത് ഏൽപ്പിക്കുന്നില്ലെങ്കിൽ, വലിയ രീതിയിൽ നിങ്ങൾ നാണം കെട്ട ഒരു ഇൻസിഡൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളത് LTMലേക്ക് തന്നെ കയറിപ്പോൾ നിങ്ങളത് മറക്കത്തില്ല എന്നും വരും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ റിവൈസ് ചെയ്യുക. സോ ഇന്നിപ്പോൾ നിങ്ങളൊരു ക്ലാസ്സിലിരുന്ന് ഈ ഒരു ക്ലാസ് കേൾക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ മസ്റ്റായിട്ട് നിങ്ങളൊരു നോട്ടാക്കി വെക്കുക. നിങ്ങളിത് വായിക്കുമ്പോഴും അതിപ്പോൾ നിങ്ങളൊരു റാങ്ക് ഫയൽ വെച്ച് PSC എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ലോഡ് നിങ്ങളുടെ തലച്ചോറിന് കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക, വായിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സ്വന്തമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. ആ ഷോർട്ട് നോട്ട് രാവിലെ ഒരു ഉച്ചയ്ക്ക് 4 മണിക്കൂർ നിങ്ങൾ പഠിച്ചു, ഒരു 2 മണിക്കൂർ ഗ്യാപ്പിന് ശേഷം വീണ്ടും അതിലൂടെ വളരെ പെട്ടെന്നൊന്ന് കണ്ണോടിക്കുക.
അടുത്ത ദിവസം വീണ്ടും ആ നോട്ട് റിവൈസ് ചെയ്യുക. ഇതിങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ മറിച്ച് നോക്കി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ജീവിതകാലത്ത് നിങ്ങൾ മറക്കത്തില്ല. ഇതെല്ലാം നിങ്ങളുടെ LTMൽ കയറിപ്പോകും. ഒരു 10 വർഷം കഴിഞ്ഞാലും ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കത്തില്ല, നിങ്ങൾ ഓർത്തിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നിങ്ങളുടെ ബ്രെയിനിനെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. നിങ്ങളുടെ ഓർമ്മശക്തിയെ ഞാനൊന്ന് പരിശോധിക്കട്ടെ. ഈ വീഡിയോ അവസാനം വരെ കാണുന്നവരുണ്ടെങ്കിൽ ഞാനിവിടെ 5 പേരുടെ പേര് പറഞ്ഞായിരുന്നു. നമ്മൾ ഇമ്മീഡിയറ്റ് മെമ്മറിയെ പറ്റി പറഞ്ഞപ്പോൾ 5 പേരുടെ പേര് ഞാൻ ഈ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ആ 5 പേരും കൃത്യമായിട്ട് ഓർമ്മയുള്ളവർ, വീഡിയോ വീണ്ടും ബാക്കിലേക്ക് പോയി കാണാതെ ആ 5 പേരും കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇതേപോലെ മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. ഇത് ആക്ച്വലി ഒരു ക്ലാസ് അല്ല, ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ. എന്തുകൊണ്ടായിരുന്നു നിങ്ങൾക്ക് കുറച്ച് പേര് എന്നോട് കമൻറ്റ് ചെയ്തിരുന്നു, സാർ ഈ പഠിച്ചതെല്ലാം മറന്നു പോകുന്നു, അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. അപ്പോൾ അവരോട് ഞാനത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് നമ്മൾ എന്തായാലും ആ ഒരു വീഡിയോ ഇന്ന് അങ്ങ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.